നമസ്കാരം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം. പ്രധാന വാർത്തകൾ. കൊയിനോണിയ ചെറിയതുറ ഇടവകയിൽ ആതുര സേവന സംഘടന ഉദ്ഘാടനം ചെയ്തു. 2025 ജൂബിലി വർഷത്തോടനുബന്ധിച്ച് ചെറിയതുറ ഇടവകയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി കൊയിനോണിയോ എന്ന ആതുര സേവന സംഘടന ബിഷപ്പ് ക്രിസ്തുദാസ് ഉദ്ഘാടനം ചെയ്തു. 5 മേഖലകളിൽ സഹായമെത്തിക്കുവാൻ വേണ്ടിയുള്ള കൂട്ടായ്മയാണ് കൊയിനോണിയ. വിവാഹം, വിദ്യാഭ്യാസം, രോഗികളെയും വൈദിക വിദ്യാർത്ഥികളെയും സന്യസ്തരെയും പട്ടിണിപ്പാവങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആതുര സേവനമാണ് കൊയിനോണിയ മുന്നിൽ വയ്ക്കുന്നത്. 10 പേർ അടങ്ങുന്ന ഒരു ടീമാണ് സംഘടനയുടെ നേതൃത്വം നൽകുന്നത്. അതിരൂപത സാമൂഹ്യ ശുശ്രൂഷ ഡയറക്ടർ ഫാദർ ആഷ്ലിൻ ജോസ്, ഇടവക വികാരിയും അതിരൂപത മത്സ്യമേഖലാ ശുശ്രൂഷ ഡയറക്ടർ ഫാദർ ലൂസിയാൻസ് തോമസ് എന്നിവർ സന്നിഹിതരായിരുന്നു. KCYM തിരുവനന്തപുരം അതിരൂപതയുടെ നേതൃത്വത്തിൽ വനിതാ ദിനം ആഘോഷിച്ചു. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് KCYM തിരുവനന്തപുരം അതിരൂപതയുടെ നേതൃത്വത്തിൽ വനിതാ ദിനം ആഘോഷിച്ചു. വെള്ളയമ്പലത്ത് നടന്ന ആഘോഷ പരിപാടിയിൽ KCYM അതിരൂപത വൈസ് പ്രസിഡന്റ് കുമാരി ആൻസി സ്റ്റാൻസിലാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KLCWA വലിയതുറ ഫെറോന പ്രസിഡന്റും വലിയതുറ വാർഡ് കൗൺസിലറും ഭീമ മഹീൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയുമായ ആരൻ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. KCYM അതിരൂപത ഡയറക്ടർ ഫാദർ ഡാർവിൻ ഫെർണാണ്ടസ് ആശംസകൾ അർപ്പിച്ചു. ഭിന്നശേഷിക്കാർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച് പുല്ലുവിള ഫെറോന സാമൂഹ്യ ശുശ്രൂഷ. പുല്ലുവിള ഫെറോന സാമൂഹ്യ ശുശ്രൂഷ സമിതിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുല്ലുവിള ഫെറോന ESPയുടെ നേതൃത്വത്തിൽ ആരോഗ്യകാര്യ കമ്മീഷനുമായി കൈകോർത്തുകൊണ്ട് സാമൂഹ്യ സുരക്ഷാ മിഷന്റെ സഹായത്തോടെയാണ് പരിപാടി നടത്തിയത്. 8 ഡോക്ടേഴ്സും സാമൂഹ്യ സുരക്ഷാ മിഷനിലെ കോർഡിനേറ്റർ ആനന്ദിന്റെ നേതൃത്വത്തിലുള്ള 9 അംഗങ്ങളുമാണ് മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകിയത്. തൂത്തൂർ ഫെറോനയിൽ സ്വയം സഹായ സംഘങ്ങൾക്കായി പരിശീലന പരിപാടി നടത്തി. ട്രിവാൻഡ്രം സോഷ്യൽ സർവീസ് സൊസൈറ്റി തൂത്തൂർ ഫെറോനയിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ശാക്തീകരിക്കുന്നതിനും സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വിജില സ്വാഗതം ആശംസിച്ചു. കേന്ദ്ര സംസ്ഥാന സ്വയം തൊഴിൽ പദ്ധതികൾ, ഉൽപ്പന്ന മികവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബുക്ക് കീപ്പിംഗ്, മാർക്കറ്റിംഗ് എന്നീ വിഷയങ്ങളിൽ ഫെറോന റീജിയണൽ ആനിമേറ്റർ കനീജ പീറ്റർ ക്ലാസിന് നേതൃത്വം നൽകി. കാറ്ററിംഗ്, ടൈലറിംഗ്, നാപ്കിൻ നിർമ്മാണം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന 78 സംരംഭകർ പരിശീലനത്തിൽ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് ട്രിവാൻഡ്രം സോഷ്യൽ സർവീസ് സൊസൈറ്റി നടപ്പിലാക്കുന്ന തണൽ ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് ധനസമാഹരണം നടത്തി. ശ്രീമതി ആശ കൃതജ്ഞത രേഖപ്പെടുത്തി. കുടുംബ പ്രേക്ഷിത ശുശ്രൂഷ ലബീത്ത മിനിസ്ട്രിയുമായി ചേർന്ന് പ്രോ ലൈഫ് കുടുംബങ്ങളെ ആദരിച്ചു. പ്രോ ലൈഫ് ദിനാചരണത്തോടനുബന്ധിച്ച് കുടുംബ പ്രേക്ഷിത ശുശ്രൂഷ ലബീത്ത മിനിസ്ട്രിയുമായി ചേർന്ന് പ്രോ ലൈഫ് കുടുംബങ്ങളെ ആദരിച്ചു. 2024 വർഷത്തിൽ 4 അതിനു മുകളിൽ മക്കൾക്ക് ജന്മം നൽകിയ 2 റീത്തുകളിലെ 4 രൂപതകളിൽപ്പെട്ട 19 കുടുംബങ്ങളെയാണ് വെള്ളയമ്പലം സെന്റ് ജിയന്ന ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ആദരിച്ചത്. തിരുവനന്തപുരം അതിരൂപത കുടുംബ പ്രേക്ഷിത ശുശ്രൂഷ ഡയറക്ടർ റവറന്റ് ഫാദർ റിച്ചാർഡ് സക്കറിയാസ് സ്വാഗതമേകിയ സമ്മേളനത്തിൽ ബിഷപ്പ് ക്രിസ്തുദാസ് മുഖ്യാതിഥിയായിരുന്നു. ലബീത്ത ഡയറക്ടർ റവറന്റ് ഫാദർ റോബർട്ട് PC മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വലിയ കുടുംബങ്ങളുടെ ആവശ്യകതയെക്കുറിച്ചും സംസാരിച്ചു. കുടുംബങ്ങളിൽ മക്കൾ കൂടുന്നതിനനുസരിച്ച് അക്രമ സ്വഭാവം കുറയുകയും പരസ്പരം സ്നേഹിക്കുന്നവരായി തീരുകയും ചെയ്യുന്നു. ആയതിനാൽ ഇന്ന് ലോകം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്നായ മനുഷ്യ മനസ്സിലെ വയലൻസിനുള്ള പ്രധാന പരിഹാര മാർഗമാണ് വലിയ കുടുംബങ്ങളെന്ന് മുഖ്യപ്രഭാഷണത്തിൽ ബിഷപ്പ് ക്രിസ്തുദാസ് പറഞ്ഞു. തുടർന്ന് ലബീത്ത മിനിസ്ട്രിയിൽ നിന്നുള്ള സാമ്പത്തിക സഹായം മാതാപിതാക്കൾക്ക് കൈമാറി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.